കാട്ടിൽ ഒരു ആൺകുറുക്കനും പെൺകുറുക്കനും താമസിച്ചിരുന്നു. അവർ തമ്മിൽ വളരെ വളരെ ഇഷ്ടമായിരുന്നു. ആൺകുറുക്കന് പെൺകുറുക്കൻ എന്ന് വെച്ചാൽ ജീവനാണ്. അവളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആൺകുറുക്കൻ ശ്രദ്ധിച്ചു വന്നു. ഒരു ദിവസം പെൺകുറുക്കൻ പറഞ്ഞു, കുറുക്കൻ ചേട്ടാ, എനിക്കിന്ന് മീൻ തിന്നാൻ വല്ലാത്ത കൊതി തോന്നുന്നു. അതൊരു വലിയ കാര്യമാണോ? നിനക്ക് മീൻ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊണ്ടുവന്നിട്ട് തന്നെ കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആൺകുറുക്കൻ മീൻ പിടിക്കാൻ പോയി. പുഴക്കരയിലൂടെ നടന്നു പോകുമ്പോൾ കുറുക്കൻ ഇങ്ങനെ ചിന്തിച്ചു, ഭാര്യയോട് ഞാൻ മീൻ കൊണ്ടുവരാമെന്ന് വാക്ക് കൊടുത്തു. എനിക്കുണ്ടോ മീൻ പിടിക്കാൻ അറിയുന്നു? ഇനിയിപ്പോ ആ വാക്ക് പാലിക്കുന്നത് എങ്ങനെ? അങ്ങനെ ചിന്തകളിൽ മുഴുകി മുഴുകി കുറുക്കൻ ഒടുവിൽ പുഴക്കരയിൽ എത്തി. പുഴക്കരയിൽ ചടഞ്ഞിരുന്നു കൊണ്ട് വെള്ളത്തിൽ തുള്ളിച്ചാടുന്ന മീനുകളെ ആർത്തിയോടെ നോക്കാൻ തുടങ്ങി. പുഴ നിറഞ്ഞൊഴുകുന്ന വെള്ളം കണ്ടപ്പോൾ കുറുക്കന് പേടിയും തോന്നി. വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ട് പേടിച്ച കുറുക്കൻ ജീവൻ അപകടത്തിലാകാതെ മീൻ പിടിക്കാനുള്ള എളുപ്പ വഴി വല്ലതുമുണ്ടോ എന്ന് ആലോചിച്ചു. ഞാൻ ആദ്യം മീനിനെ പിടിച്ച് എനിക്ക് വലിയ ഭാഗം തന്നെ വേണം. ഞാനാ മീനിനെ കരയ്ക്ക് കയറ്റാൻ സഹായിച്ചത്. വലിയ ഭാഗം എനിക്ക് വേണം. അല്ലല്ല, എനിക്ക് ആദ്യം കിട്ടിയത്. അല്ലല്ല, എനിക്ക് ആദ്യം കിട്ടിയത്. അത് പറഞ്ഞാ പറ്റില്ല, എനിക്ക് വേണം. അത് പറഞ്ഞാ പറ്റില്ല, എനിക്കാ വേണ്ടതോ. ഞാൻ തരില്ല. എനിക്ക് തന്നെ വേണം. എനിക്ക് വേണം. താമസിയാതെ അവർ തമ്മിൽ കലഹമായി. കൗശലക്കാരനായ കുറുക്കൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ കീരികൾ എത്ര വിഡ്ഢികളാ! പിടിച്ച മീനിനെ ചൊല്ലി വഴക്ക് കൂടുന്ന കണ്ടില്ലേ? ഞാൻ അവിടെ ചെന്ന് ന്യായാധിപതിയായാൽ സംഗതി കുശാലാവും, മീനും കയ്യിലിരിക്കും. കുറുക്കൻ കീരികളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, കീരിക്കുട്ടികളെ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ലെന്നേ. ചുമ്മാ ഞങ്ങളൊരു വലിയ മീനിനെ പിടിച്ചു. ഇതിനെ എങ്ങനെ പങ്കുവെക്കണമെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. നോക്കൂ, വേണമെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. വേണമെങ്കിൽ പറഞ്ഞു, ഈ പ്രശ്നത്തെ ഞാൻ വളരെ ലളിതമായി പരിഹരിച്ചു തരാം. അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. ഇനി ഇവനെന്തെങ്കിലും വിരോധമുണ്ടോ ആവോ? ഏയ്, എനിക്ക് വിരോധമൊന്നുമില്ല. അത് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കുറച്ചു നേരം കാത്തിരിക്കൂ. ഞാൻ പോയി ഒരു കത്തി കൊണ്ടുവരാൻ നോക്കട്ടെ. എന്നാ പിന്നെ മീനിനെ മുറിച്ച ശേഷം പങ്കുവയ്ക്കാമല്ലോ. ശരി, നിങ്ങൾ പോയി കത്തി കൊണ്ടുവരൂ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കാം. കുറുക്കൻ കത്തി അന്വേഷിച്ച് കാട്ടിലേക്ക് ചെന്നു. എന്നിട്ട് വലിയ ഒരു കത്തിയും എടുത്തുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചെത്തി. കുറുക്കൻ വലിയൊരു കത്തിയും കൊണ്ട് തിരിച്ചു വരുന്നത് കീരിക്കുട്ടികൾ കണ്ടു. വരൂ കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് കുറുക്കൻ മീനിനെ 3 കഷ്ണങ്ങളാക്കി. ആദ്യം അതിന്റെ തല വെട്ടി, പിന്നെ വാലും. നീയല്ലേ മീനിന്റെ തലഭാഗം പിടിച്ചത്? അപ്പൊ തല നിനക്കുള്ളതാ. നീ പിടിച്ചത് മീനിന്റെ വാൽഭാഗം, അപ്പൊ വാല് നിനക്ക്. ഇപ്പോഴെല്ലാവരുടെയും ശ്രദ്ധ ബാക്കി വന്നിരിക്കുന്ന നടു കഷ്ണത്തിന്മേലാണ്. കുറുക്കൻ ആ കഷ്ണവും 2ആയി മുറിച്ചു ഭാഗിച്ചു തരും എന്നാണ് അവർ കരുതിയത്. പക്ഷേ കുറുക്കൻ ആ കഷ്ണം തന്റെ കയ്യിലെടുത്തു. കുറുക്കൻ ചേട്ടാ, ബാക്കിയുള്ളതും കൂടെ ഭാഗം വെക്കണ്ടേ? ഈ കഷണത്തെ ഓർത്ത് നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. ഇത് എനിക്കുള്ള കൂലിയാണ്. ഞാനല്ലേ അത്രയും ദൂരം പോയി നിങ്ങൾക്ക് വേണ്ടി കത്തി എടുത്തോണ്ട് വന്നത്. ബുദ്ധിമുട്ടുള്ള ജോലിയുടെ ഫലം എല്ലാവരും അനുഭവിക്കണം. അതല്ലേ അതിന്റെ ശരി. അത് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ സുഹൃത്തല്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടുക്കഷ്ണവും അടിച്ചെടുത്ത് കുറുക്കൻ നടന്നു തുടങ്ങി. കുറുക്കൻ ഏറ്റവും നല്ല കഷ്ണവും കൊണ്ടുപോകുന്നത് കീരിക്കുട്ടികൾ ഇങ്ങനെ നോക്കി നിന്നു. അതേസമയം എന്താണ് സംഭവിച്ചതെന്നും അവർക്ക് നല്ലവണ്ണം മനസ്സിലായി. പക്ഷേ സമയം വൈകിപ്പോയില്ലേ? ഷടാ, ഇത് മണ്ടത്തരമായി പോയല്ലോ. നമ്മുടെ ഭാഗം നമ്മൾ തീരുമാനിച്ചാ മതിയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, മീനിന്റെ തലയും വാലും നമുക്ക് കെട്ടിവെച്ച് അവൻ നടുക്കഷ്ണവും കൊണ്ട് സ്ഥലം വിട്ടു. എന്തായാലും ആ കള്ളക്കുറുക്കന്റെ സമയം കൊള്ളാം. പണ്ടാരോ പറഞ്ഞു കേട്ടതാ ഇപ്പൊ ഓർമ്മ വരുന്നത്. 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കം എപ്പോഴും മൂന്നാമതൊരുത്തിന് ഗുണകരമാവുമെന്ന്. ഇതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാം.
പങ്കുവെക്കുന്നതിലുണ്ടായ അഭിപ്രായ വ്യത്യാസം നമുക്ക് നാശത്തിന് കാരണമാകരുത്. നമ്മളെ മുതലെടുക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയരുത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സുഹൃത്തുക്കളുമായി ഒരിക്കലും കലഹിക്കരുത്. രണ്ടാമത്തെ കീരി പറഞ്ഞതുപോലെ സുഹൃത്തുക്കൾക്കിടയിൽ കലഹമുണ്ടാകുമ്പോൾ മൂന്നാമനാണ് ലാഭമുണ്ടാക്കുന്നത്. ഈ കഥയുടെ സാരം ഒരിക്കലും നിങ്ങൾക്കിടയിൽ കലഹം വരുത്. നന്നായി മനസ്സിലായോ കൂട്ടുകാരെ? ആരെയും അവഗണിക്കാൻ പാടില്ല. രണ്ടുപേർ ഗ്രാമത്തിലുള്ള ഒരു കുളത്തിനരികിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഹലോ, സുഖമാണോ? ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ഓ, എന്തു പറയാനാ, എല്ലാ കുളങ്ങളും വരണ്ടുപോയി. ഈ മീൻപിടുത്തം ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിക്കുക. അങ്ങനെ പറയരുത്. ഒരു വാതിലടഞ്ഞാൽ മറ്റൊരു വാതിൽ തീർച്ചയായും നമുക്കായി തുറന്നിരിക്കും. നിങ്ങളുടെ ഗ്രാമത്തിലെ കുളത്തിൽ വെള്ളവും മീനും ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇവിടം വരെ വന്നത്. പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ വെള്ളവും ധാരാളം മീനുകളുമുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പിടിച്ചോണ്ട് പോകാം. എന്താ പറഞ്ഞത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെ, സത്യമാണ്. ഞാൻ എന്തിനു നിങ്ങളോട് നുണ പറയണം? നാളെ വലയും എടുത്തുകൊണ്ട് ഇവിടെ വരൂ, ഞാനും ഇവിടെ വരാം. കിട്ടുന്ന മീനുകളെ നമുക്ക് പങ്കിട്ടെടുക്കാം. എന്ത് പറയുന്നു? എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ നാളെ ഇതേ സമയത്ത് ഇതേ സ്ഥലത്തെത്താം. നിങ്ങൾ ഇവിടെ തന്നെ വന്നാ മതി. രണ്ടുപേരും അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ആ കുളത്തിലെ മീനുകൾക്ക് വളരെ സങ്കടമായി. കേട്ടോ, നമ്മൾ നാളെ ചാവാൻ പോവുക. നമ്മളിനി എന്താ ചെയ്യാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി വിഷമിച്ചിട്ട് കാര്യവുമില്ല, പ്രയോജനവുമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടം വിടണം. അതെങ്ങനെ സാധ്യമാകും? കുറെ പേരെ തനിച്ചാക്കിയിട്ട് നമ്മൾ മാത്രം പോകുന്നത് ശരിയല്ല. ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മറ്റൊരു മീൻ അവിടെ വന്ന് സംസാരിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിനു വേണ്ടി നമ്മൾ ഓടി ഒളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരുടെ സ്വഭാവം അങ്ങനത്തേതാ. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ ഒടുവിൽ അങ്ങനെയൊന്നും ചെയ്യില്ല. അവര് വന്നാലോ? അത് ആപത്തല്ലേ? ആപത്ത് ഏത് രൂപത്തിലും വരും. ആരും ഇവിടം വിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ തന്നെ ജീവിക്കും. വേണ്ട, എന്റെ വാക്ക് വിശ്വസിക്കുന്നവർക്ക് എന്നോടൊപ്പം മറ്റെവിടേക്കെങ്കിലും വരാം. വാശി പിടിച്ച് ഇവിടെ തന്നെ കഴിയുന്നവര് ഇവിടെ തന്നെ നിൽക്കട്ടെ. ഞാൻ പോവുക. കുറെ മീനുകൾ ധൈര്യശാലിയായ ആ മീനിനെ പിന്തുടർന്ന് മറ്റൊരു കുളത്തിലേക്ക് പോയി. ഇതിനെതിരെ പറഞ്ഞ മീനും അതിനെ അനുകൂലിക്കുന്ന മറ്റു മീനുകളും അവിടെ തന്നെ തുടർന്നു. പറഞ്ഞതനുസരിച്ച് അടുത്ത ദിവസം രണ്ടു മുക്കുവന്മാരും വലകളുമായി എത്തി. അവർ വലയിറക്കി വാശിക്കാരനായ മീനിനെയും മറ്റു മീനുകളെയും പിടികൂടി. അപ്പോഴാണ് അതിന് തന്റെ മൂഢത മനസ്സിലായത്. കുളം വിട്ടുപോകാൻ തനിക്ക് സാമർഥ്യമില്ലാതെ പോയല്ലോ എന്നോർത്ത് അത് ഖേദിച്ചു. ഗുണപാഠം: എപ്പോഴും നാം പ്രതീക്ഷിച്ചതുപോലെ നടക്കണമെന്ന് നാം ആഗ്രഹിക്കും, പക്ഷേ അതിനെ അവഗണിക്കരുത്. എന്ത് വേണമെങ്കിലും സംഭവിച്ചേക്കാം. നാം പ്രതീക്ഷിച്ചതുപോലെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ നാം സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ പഠിക്കണം.